അപ്പോൾ ഗായ്സ് ഇപ്പോൾ നമ്മുടെ അടുത്ത് ഫോറസ്റ്റിൻ്റെ ആൾക്കാരൊക്കെ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഇല്ല, അപ്പോൾ അതുകൊണ്ട് തിരിച്ച് പോകണം എന്ന് പറഞ്ഞ് നമ്മളിപ്പോൾ അതേ വണ്ടി തിരിക്കുകയാണ്. റോഡിൻ്റെ സൈഡിൽ ഇടേണ്ട വരും എന്നാണ് തോന്നുന്നത്. അവിടെ ഫോറസ്റ്റിൻ്റെ നമ്മുടെ സാറുമാർ നല്ല മാന്യമായ രീതിയിലേക്കാണ് പെരുമാറുന്നത്. അപ്പോൾ അവർ നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ വണ്ടി ഇവിടെ ഇടാൻ സ്ഥലമില്ല, വണ്ടി അവിടെ സൈഡിൽ പാർക്ക് ചെയ്യണം. അപ്പോൾ നമ്മളിതാ തിരിച്ചുകൊണ്ടിരിക്കുകയാണ് വണ്ടി. ഞാൻ നിങ്ങൾക്ക് കാണാം, ചുള്ളിക്കാരനാണ് വണ്ടി ഓടിക്കുന്നത്. സനീഷ് വണ്ടിയിൽ നിന്ന് ഇറങ്ങി നമ്മളിപ്പോൾ വണ്ടി തിരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളിത് ഇപ്പോൾ വണ്ടി തിരിച്ച് നമ്മളിത് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിത് വന്ന വഴിയിൽ ഒരുപാട് വണ്ടി കിടക്കുന്നുണ്ടാകുമ്പോൾ എനിക്ക് സംശയം ഉണ്ടായിരുന്നു തുടങ്ങി കയറ്റി വിടില്ല, കാരണം പാർക്കിങ് ഉണ്ടാവില്ല. അതുകൊണ്ടായിരിക്കും അവരങ്ങനെ പറയണേ. വേറെ ഒന്നുകൊണ്ടല്ല, വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടല്ല, പാർക്കിങ് ഫുള്ളായിരിക്കും. കാരണം ഇന്ന് സൺഡേ ആണ്. ഇപ്പോൾ കൊറോണ കാലം ആണെങ്കിൽ കൂടി ഒരുപാട് ടൂറിസ്റ്റുകൾ ഇവിടെ ദിവസം വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഇന്ന് സൺഡേ ആയതിൻ്റെ ബേസിൽ കൂടെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. സ്പേസ് ചേട്ടാ അത് അങ്ങോട്ടിടാം കയറ്റി പോകാം. ആ ഓൾട്ടോ കിടക്കണുണ്ടോ, ഒന്നില്ലേ അതിൻ്റെ പിന്നിലോട്ട് ഇടാം, അല്ലാന്ന് അതിവിടെ കയറ്റിക്കോ. അപ്പം നമ്മളിത് സൈഡ് കണ്ട് അപ്പോൾ അതാ നമ്മളിത് വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാൻ പോവാണ്. വേറെ സ്ഥലങ്ങളൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഫുള്ള് പാർക്കിംഗ് ആണ് ഇവിടെ, ഫുള്ള് കംപ്ലീറ്റഡ് ആണ്. നമുക്ക് വേറെ സ്ഥലമൊന്നും കിട്ടിയിട്ടില്ല. നമ്മളിത് ഇവിടെ ചുള്ളിക്കാരൻ്റെ സ്കിൽ ഡ്രൈവിംഗ് ഉപയോഗിച്ച് നമ്മളിത് ഇവിടെ പാർക്ക് ചെയ്യാൻ പോവാണ്. ചുള്ളിക്കാരത് അടിപൊളിയായിട്ട് പാർക്കിംഗ് ആണ് ഇവിടെ, വണ്ടി പാർക്കിംഗ് ആണ് ചുള്ളിക്കാരൻ. റിവേഴ്സ് അടിച്ചോ അത് ഇവിടെ ബാക്ക് വെച്ച് റിവേഴ്സ് അടിച്ചതാ. നമ്മളിതാ ഗ്യാപ്പിലാണ് ഇടാൻ പോകുന്നത്. ഇവിടെ വേറെ സ്ഥലമില്ല, ടൂറിസ്റ്റുകൾ കൂടുതലുള്ളതിൻ്റെ പേരിലാണ് നമുക്കിന്ന് പാർക്ക് ചെയ്യാൻ സ്ഥലം കിട്ടാത്തത്. ഒരുപാട് ആൾക്കാരുണ്ട് ഇവിടെ നിന്ന്. അപ്പോൾ നമുക്ക് എത്രത്തോളം നമുക്ക് ഇന്നിവിടെ സ്റ്റേ ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല, നമ്മളിവിടെ നിൽക്കണില്ല. അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങൾ വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം കാണാം. അപ്പോൾ ഇത് നമ്മളിത് വണ്ടിയൊക്കെ നടക്കടാ, നമ്മളിത് വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് വണ്ടി തൊട്ടുണ്ടാക്കിയാലും ഇഷ്ടപ്പെടില്ല. അത് നമ്മളിത് പതുക്കൊക്കെ നടക്കാണ്. നമ്മുടെ ഷെറിൻ്റെ കൂട്ടുകാരനും നമ്മുടെ അതിരപ്പള്ളിയിലെ ഏറ്റവും വലിയ സുഹൃത്തുമായ ചെക്കനുണ്ട്, കഞ്ചുർക്ക് ചെക്കൻ അടിച്ചു കൊടുക്കും. ഞാൻ പോടൂ. ഇവിടെ കുറച്ച് കുരങ്ങുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഷെറിൻ്റെ ചങ്ക് ബ്രോ ഇതായിരിക്കുന്നു. ഒരുപാട് കുരങ്ങുകൾ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ നമ്മുടെ റോഡിൽ കൂടെ ഒക്കെ നടക്കുമ്പോൾ അവിടെ സൂക്ഷിക്കണം, കാരണം രണ്ട് സൈഡിൽ വണ്ടികളൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കൊറോണ സീനുള്ള കാരണം കൊണ്ട് നമ്മുടെ ഒരാൾക്ക് മുകളിലേക്ക് കയറ്റി വിടാൻ അലൗഡല്ല. നമ്മളിവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മളിവിടെ നിന്ന് നടന്നാണ് മുകളിലേക്ക് പോകേണ്ടത്. അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് ഇനി മുകളിൽ ചെന്നിട്ട് കാണാം. ക്യാമറ തിരിച്ചിട്ടാണെങ്കിൽ. അപ്പം നമ്മുടെ അതിരപ്പള്ളി ട്രിപ്പ് ഫെയിലായിരിക്കാം കേട്ടോ, കാരണം വണ്ടി അങ്ങോട്ട് കയറ്റി വിട്ടില്ല. നമ്മളവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഫോറസ്റ്റിൻ്റെ സാറുമാർ പറയണു അവിടെ നിന്ന് വീഡിയോ എടുക്കാൻ പറ്റില്ല, വ്യൂ പോയിന്റിൽ നിന്ന് വെറുതെ വേണമെങ്കിൽ സംഭവമൊക്കെ ഒന്ന് കണ്ടിട്ട് പൊക്കോ എന്ന് പറഞ്ഞ്. നമ്മളിപ്പോൾ ക്യാമറയൊക്കെ കൊണ്ടുവന്നപ്പോൾ അവർ വീഡിയോ എടുക്കാൻ സമ്മതിച്ചില്ല. പക്ഷെ ഫോണിലുള്ള എല്ലാവരും വീഡിയോ ഒക്കെ എടുത്തിട്ട് പോകുന്നുണ്ട്. അപ്പോൾ നമ്മളും നൈസായിട്ട് ഫോണിൽ 2 വീഡിയോ ഒക്കെ എടുത്തു. അവിടെ നിന്ന് ഫോറസ്റ്റിൻ്റെ സാറ് ഭയങ്കര മോട്ടയായിരുന്നു കേട്ടോ. ആള് സംസാരിക്കുന്ന രീതിയൊന്നും ആളുടെ ശരിയല്ല, ആള് നല്ല രീതിയിലൊന്നല്ല സംസാരിക്കുന്ന ആള്. ഇപ്പോൾ വണ്ടി വിടാൻ പറ്റില്ല, വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല, ക്യാമറ ഒക്കെ പിടിച്ച് വാങ്ങിച്ച് വെക്കും എന്നുള്ളൊരു രീതി, അതായത് നമ്മളൊക്കെ പേടിപ്പിക്കുന്ന രീതിയിലാണ് പുള്ളിക്കാരൻ്റെ സംസാരം. അതെന്നില്ല അവിടെ. അപ്പോൾ നമ്മളെന്തായാലും അവിടെ വരെ എത്തി. ഇനിയിപ്പോൾ അവിടെ ഒന്നും കാണിക്കാൻ പറ്റിയില്ല, മൊബൈലിലെടുത്ത വിഷ്വല് ഇതിലിടാം. പിന്നെ അങ്ങോട്ടൊന്നും കടത്തി വിടണില്ല എന്ന് തോന്നുന്നു. സനീഷ് സീറ്റ് ബെൽറ്റ് ഇടാൻ തന്നെ ബെല്ലടിക്കുന്നുണ്ട് കേട്ടോ. സനീഷ് ഇട്ടുണ്ടാ? ഓ, അപ്പൊ ഇപ്പോഴത്തെ പുതിയ വണ്ടികളുടെ നിയമപ്രകാരം നമ്മളുടെ 2 സീറ്റ് ബെൽറ്റ് ഇടണം എന്നൊക്കെയാണ് ഇവർ പറയണേ. അപ്പൊ ഞാൻ സീറ്റ് ബെൽറ്റ് ഇട്ടില്ല വെച്ചാ വണ്ടികളുടെ സീറ്റ് ബെൽറ്റ് എല്ലാം ഇത് ഇങ്ങനെ അടിച്ചു. നീ ഇട്ടില്ലായിരുന്നല്ലേ? സൂപ്പർ സാധനം ഇട്ടിട്ടുണ്ട്. ഇങ്ങനെയല്ലടാ സീറ്റ് ബെൽറ്റ് ഇടാ. ഇങ്ങനെയൊക്കെ സീറ്റ് ബെൽറ്റ് നമ്മുടെ അരുൺ ചുള്ളിക്കാരൻ്റെ പുതിയ രീതിയിലുള്ള സീറ്റ് ബെൽറ്റ് സൂപ്പറാണ്. അത് നമ്മളൊന്ന് കണ്ടിരിക്കണം. അരുണോട് ചോദിച്ചു കഴിഞ്ഞാൽ ആരും പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പം നമ്മുടെ അതിരപ്പള്ളി ട്രിപ്പ് ഒരു ഷോക ട്രിപ്പായി മാറിയിരിക്കുകയാണ്. അപ്പം നമ്മളെന്തായാലും അതിരപ്പള്ളിയുടെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു ട്രിപ്പ് വേറെ നമുക്ക് ചെയ്യാൻ പറ്റുമോ നമ്മൾ നോക്കാം. വിഷ്വൽ വേറെ കിട്ടിയാൽ പോരെ. വിഷ്വൽ നമ്മൾ ഇതിൻ്റെ കൂടെ വേറെ വിഷ്വൽ അറ്റാച്ച് ചെയ്തേക്കാം. മൊബൈൽ എടുത്തിട്ടുണ്ട്. അവിടെ ഫുള്ള് കുരങ്ങന്മാരാണ് കേട്ടോ, ചുള്ളിക്കാരൻ്റെ പോലത്തെ അതേ കുരങ്ങന്മാർ.
പിന്നെ എനിക്ക് തോന്നുന്നു ഇപ്പൊ വാഴച്ചാലോട്ടൊന്നും കടത്തി വിടുന്നില്ല എന്ന് തോന്നുന്നു. വാഴച്ചാലിലേക്ക് കടന്നു പോവാം, പക്ഷെ നടന്നു പോവാന്ന് പറഞ്ഞാൽ 3 കിലോമീറ്റർ ഇല്ലേ വാഴച്ചാലിക്ക് വിടുന്നത്. 3 കിലോമീറ്റർ നടന്നു പോണെങ്കിൽ അത് നടക്കണ കാര്യമില്ല സംഭവം. ഒരുപാട് ദൂരമുണ്ട്. അപ്പൊ അങ്ങോട്ട് വിടണില്ലെന്നാണ് എൻ്റെ ഒരു അറിവ്. ഇവിടെ അതിരപ്പള്ളി വന്നേ നമുക്ക് ഇവിടെ ആയിട്ട് വിശാലമായി പാർക്കിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ ഇവിടുത്തെ പാർക്കിംഗ് ഒന്നും അധികം യൂട്ടിലൈസ്ഡ് അല്ല. ഇവിടെ വണ്ടി ഇട്ട് കഴിഞ്ഞുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് 1 കിലോമീറ്ററോളം അങ്ങോട്ട് പോകാനുണ്ട്, നടക്കാനുണ്ട്. അപ്പോൾ അത് നടക്കേണ്ട ബുദ്ധിമുട്ടിനാണ് ആരും ഇവിടെ വണ്ടി ഇടാത്തത്. നമ്മൾ അവിടെ നിന്നാണ് വണ്ടി ഇടാറ്. പക്ഷെ അവിടെ ഇപ്പോൾ വണ്ടി ഇടാനുള്ള സൗകര്യം ഇല്ല, അവർ കയറ്റി വിടുന്നില്ല. ശരിക്കും ടിക്കറ്റ് ഇല്ലാന്ന് തോന്നുന്നു. ടിക്കറ്റ് കൗണ്ടറൊക്കെ അടച്ചിട്ടേക്കാണ്. നമുക്ക് അവിടെ നിന്ന് വ്യൂ പോയിന്റ് കണ്ടിട്ട് മടങ്ങി വരാം എന്നുള്ള ഇത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ്. അപ്പോൾ നമ്മുടെ സനീഷ് കൂട്ടൻ അതിരപ്പള്ളി വരെ 30 കിലോമീറ്റർ അവൻ്റെ ഓൾട്ടോ ഓടിച്ച് കളിക്കുമ്പോൾ ഭയങ്കര എക്സ്പീരിയൻസിനായി എന്നൊക്കെ പറഞ്ഞ് വണ്ടി അത്യാവശ്യം നല്ല ഫാസ്റ്റിലൊക്കെ ഇപ്പോൾ ഓടിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇതിപ്പോൾ മുട്ടിയാനെ. അപ്പോൾ സൂക്ഷിച്ചൊക്കെ വണ്ടി ഓടിക്കുന്നൊക്കെ നമ്മൾ അഭ്യർത്ഥിക്കുന്നു. നമ്മളല്ലല്ലോ, അവനല്ലേ കയറിപ്പോയി, ഞാനാണോ? സനീഷ് ഭയങ്കര നിയമപാലകനാണെന്നാണ് സനീഷ് പറയുന്നത്. ബോട്ടിങ് കാര്യങ്ങളൊക്കെ ഇവിടെ ഒരുപാട് ഹോട്ടൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റേ ചെയ്യണമെന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സ്റ്റേ ചെയ്യാം. ഇതൊക്കെ നമുക്ക് ഇവിടെയൊക്കെ കാണുന്നൊക്കെ റിസോർട്ടുകളാണ്. അപ്പോൾ നിങ്ങൾ മുൻകൂട്ടിയൊക്കെ ബുക്ക് ചെയ്ത് വരാം. ഇപ്പം എന്തായാലും വരണ്ട, ഇപ്പം കൊറോണയുടെ പ്രശ്നങ്ങളായതുകൊണ്ട് ഗ്ലാസ് വെച്ചൊന്നും കാണാൻ പറ്റില്ല കേട്ടോ. വണ്ടിയും കാണുന്നില്ല, റോഡും കാണില്ല, ലൈനും കാണില്ല. മൊത്തം കൊറോണ അടച്ചിട്ടേക്കാണ്. അപ്പം നമുക്ക് ഈ ഒരു സമയത്ത് വന്നിട്ട് ഇവിടെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റുമെന്ന് തോന്നണില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും കൊറോണയുടെ പ്രശ്നങ്ങളൊക്കെ മാറിയിട്ട് വന്നാൽ മതി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇവിടെ താങ്ക് യു വാഴച്ചാൽ ഡിവിഷൻ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ വീണ്ടും വരിക, പക്ഷെ നമ്മൾ പോയിട്ടില്ല. ഇപ്പോൾ കാഴ്ച നമ്മളിതിപ്പോൾ അടുത്ത വ്യൂ പോയിന്റിലോട്ട് വന്നേക്കാം കേട്ടോ. അപ്പോൾ അടുത്ത വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിരപ്പള്ളി പുഴ വെള്ളച്ചാട്ടമൊക്കെ ചാടി കാണാണ്. വെള്ളമൊക്കെ ചാടി വന്നിട്ട് ഒഴുകണ ഒരു പുഴയുണ്ട് ഇവിടെ. ആ പുഴയിലോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കണേ. അത് അടിപൊളി വ്യൂ ആണ്. ഇപ്പോൾ അതിരപ്പള്ളിയിൽ നമുക്ക് എത്താൻ പറ്റില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ കയറി കണ്ടു കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ അടിപൊളി. ഇവിടെ നിങ്ങൾക്ക് വന്ന് കുളിക്കാനൊക്കെ പറ്റും കേട്ടോ. കുളിക്കാൻ വലിയ അടിയൊഴുക്ക് കാര്യങ്ങളൊന്നും ഇല്ലാത്ത സംഭവമാണ്. മൊത്തം പാറമേക്കോടെ ഉള്ള വെള്ളത്തിൻ്റെ ഒഴുക്കുള്ള സംഭവമാണ് ഇവിടെ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഇതാണ് സംഭവം. നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന പോലെ തന്നെയാണ് ഈ സംഭവം. ഇവിടെ ഒരുപാട് പേര് അതിരപ്പള്ളിക്ക് പോണവരായാലും അതിരപ്പള്ളിയിൽ നിന്ന് മടങ്ങണവരായാലും ഒരുപാട് പേര് ഇവിടെയൊക്കെ വന്ന് കണ്ട് ഇതൊക്കെ കണ്ടിട്ടാണ് പോണത്. കാരണം ഇത് അടിപൊളി സ്ഥലമാണ്. നമുക്കൊന്ന് അതിരപ്പള്ളിയിൽ നമുക്കങ്ങനെ കുളിക്കണതിനൊക്കെ ഭയങ്കര ലിമിറ്റേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ നമുക്ക് അങ്ങനെയൊന്നുമില്ല. ഇവിടെ നമുക്ക് എപ്പോഴും വന്ന് കുളിക്കാം. അപ്പോൾ ഇവിടെ ഇറങ്ങരുന്നൊക്കെയാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഇവിടെ എഴുതി വെച്ചേക്കണേ. ഞാൻ അത് നിങ്ങൾ കാട്ടിത്തരാം. ഇവിടെ എന്തോ മുതലുണ്ടെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ ബോർഡിൽ എഴുതിയിട്ടുണ്ട് മുതലുണ്ട്. അപ്പോൾ ഇവിടെ ഇറങ്ങരുന്നൊക്കെയാണ് പറഞ്ഞേക്കണേ. അത് നമ്മൾ നൈസായിട്ട് അഖിലുണ്ട്. കാർ ഓണർ വരണില്ല. ഇത് അറ്റത്തുനിന്ന് വരണുള്ളൂ കേട്ടോ. കാർ ഓണർ സനീഷ് നടന്ന് വരണുള്ളൂ. കാണാനില്ല അവനെ. അറ്റത്തുനിന്ന് നടന്ന് വരണുള്ളൂ. ചുള്ളിക്കാരൻ പോയിട്ടോ. ചുള്ളിക്കാരൻ മുമ്പിലേ പോയി. അപ്പോൾ നമ്മൾ പോവാണ്. നമ്മൾ ചുള്ളിക്കാരൻ്റെ വ്ലോഗിൽ കൂടെ നമ്മൾ ഇതിനെക്കുറിച്ചൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സാധനം തന്നെയാണിത്. ചാലക്കുടി നമുക്ക് മുമ്പൊക്കെ വെള്ളമൊക്കെ സപ്ലൈ ചെയ്തുകൊണ്ടിരുന്നത് ഇവിടെ നിന്നാണ്. അടിപൊളി നല്ല വെള്ളമാണ്. ഇതാണ് നമ്മുടെ സ്ഥലം. ആണോ, അടിപൊളി സ്ഥലം. ആ സൈഡ് മല, ഈ സൈഡ് ഇതൊക്കെ നോക്കി ഒക്കെ ആയിട്ട് അടിപൊളി സ്ഥലമാണ് ഇത്. കണ്ട, താഴേക്ക് പോവാം. അടിപൊളി സ്ഥലമാണ്. നമുക്ക് കണ്ട ഒന്ന് വന്ന് കുളിക്കാനൊക്കെ പറ്റുന്ന അടിപൊളി സ്ഥലമാണ്. നമുക്ക് ഒരു സൈഡ് മലയാണ്. സൂപ്പർ സ്ഥലം. അവിടെയാണ് അതിരപ്പള്ളി. എൻ്റെ ബാക്കിൽ കാണുന്ന അവിടെ നിന്നാണ് ഈ പുഴ ഒഴുകി വരുന്നത്. അവിടെയാണ് നമ്മുടെ വെള്ളച്ചാട്ടം ഉള്ളത്. വെള്ളച്ചാട്ടം ചാടിയതിന് ശേഷം വരുന്ന വെള്ളമാണിത്. ഇവിടെ കപ്പിൾസിനൊക്കെ വരാണെന്നുണ്ടെങ്കിൽ ഒരുപാട് നേരം സ്പെൻഡ് ചെയ്യാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. അടിപൊളി സ്ഥലം കണ്ട, നല്ല മലയൊക്കെ ആയിട്ട്. നമ്മുടെ കാർ ഓണർ സനീഷ് ഉണ്ടാ ഇരിക്കണേ. അത് വെള്ളത്തിൽ എന്തെങ്കിലും എടുത്ത് കഴുകണ്ടാ സനീഷേ. നമ്മുടെ സനീഷ് അഖിലൊക്കെ ഇവിടെ നിൽക്കണ്ടാ. മാർക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണം എന്നൊക്കെ പറയുന്നുണ്ടാ. ചുള്ളിക്കാരൻ്റെ ബർത്ത്ഡേന് വേണ്ടി ചുള്ളിക്കാരന് മൊത്തം വിശ്വസാണ്ടെന്ന്. നമ്മുടെ അഖില് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഷൂട്ട് കണ്ടാ. ചിക്കൻ പണ്ട് ഗ്ലാമറൊക്കെ തന്നെയാണ് അത് കണ്ട. ചുള്ളിക്കാരൻ്റെ ഷൂ അഖില് കടം വാങ്ങിച്ചേക്കാം കേട്ടോ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. എങ്ങനെ പറയില്ല, എൻ്റെ ഷൂ അവൻ മേടിച്ചു എന്ന് പറയും. ചുള്ളിക്കാരൻ
സനീഷിന് മാത്രം ഫോട്ടോ എടുക്കാൻ ഒരു ആഗ്രഹമില്ല, കാരണം കാർ ഓടിച്ച് സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അവന് കാറിന്റെ ഇത് മാത്രമേ ഉള്ളൂ ഇപ്പൊ. എടാ അവിടെ വെള്ളാക്കല അങ്ങോട്ട് തെന്നി വീഴൂട്ടോ. ചുള്ളിക്കാരൻ എന്നെ എടുത്തിട്ടോ. നിന്നെ പൊക്കത്തിന് എടുത്തിട്ട് അവിടെ താഴേക്ക്. നമുക്ക് അറ്റത്ത് കുറേ പേര് കുളിക്കണ കാണാൻ പറ്റൂട്ടോ. നമ്മൾ അങ്ങോട്ട് പോകണില്ല, അവർക്കൊരു പ്രൈവസിക്ക് വേണ്ടേ. അതുകൊണ്ട് നമ്മൾ കുളിക്കുന്ന സ്ഥലത്തോട്ടൊന്നും പോകണില്ല. അപ്പോൾ അത് ഇവിടെയാണ് ഇപ്പോൾ ഫ്രീ ആയിട്ട് നിൽക്കുന്ന സ്ഥലം. നിങ്ങൾ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ അതിരപ്പള്ളിയൊക്കെ പോകുമ്പോൾ അതെ ഇവിടെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിപൊളി സ്ഥലമാണ്. കുറേ നേരം നമുക്ക് റിലാക്സ് ചെയ്യാൻ പറ്റും, മൈൻഡൊക്കെ ഒന്ന് ഫ്രീ ആക്കാൻ പറ്റിയ ഒരു സ്ഥലമാണിത്. അത് നമ്മുടെ ടീംസുകളൊക്കെ സനീഷൊക്കെ കാർ ഓടിച്ച് വയ്യാണ്ടായി വന്ന് കിടന്ന് മാസം കിടക്കലാണ്. അതേ ഇതിൽ കൂടെ ഒക്കെ ഇറങ്ങിയൊക്കെ അപ്പുറത്തോട്ട് കടക്കാനൊക്കെ പറ്റും. പിന്നെ നമ്മുടെ കയ്യിൽ ക്യാമറ ഉള്ളതുകൊണ്ട് വാട്ടർ പ്രൂഫ് അല്ലാത്തതുകൊണ്ട് നമ്മളൊന്നും ചെയ്യണില്ല. കാരണം വെള്ളത്തിലങ്ങനെ പോയി കഴിഞ്ഞാൽ സ്ലിപ്പായി താഴെ ഒന്ന് വീഴുന്നല്ലാണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും വരാൻ പോകണില്ല. എന്നാലും ഒരു സേഫ്റ്റിക്ക് വേണ്ടി ചെറുതായിട്ട് കൈ കാലോടിയുന്നുള്ളൂ എന്നാണ് നമ്മുടെ ചുള്ളിക്കാരൻ പറഞ്ഞത്. എന്നിട്ട് ചുള്ളിക്കാരൻ കഴിഞ്ഞോണ്ടാ വീഡിയോ എടുത്തപ്പോൾ ചുള്ളിക്കാരൻ ഇറങ്ങണം എന്നൊക്കെ പറഞ്ഞായിരുന്നു കേട്ടോ. പക്ഷെ നടന്നില്ല. ഏത് ആ മലയൊക്കെ കാണാൻ അടിപൊളിയാണ്. അത് കണ്ട പിന്നിൽ നല്ല മലകളൊക്കെ ഉണ്ട്. അപ്പുറ സൈഡ് നമുക്ക് തുമ്പൂർ മുഴി എന്ന് പറയും. അപ്പുറ സൈഡ് ഏടാറ്റുമുഖല്ലേ. അപ്പുറത്തെ നമ്മൾ ഈ പുഴ കടന്ന് അപ്പുറത്തെ സൈഡിൽ കൂടെ വരാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പേര് ഏടാറ്റുമുഖം എന്നാണ്. കാരണം ഏടാറ്റുമുഖം കുരിശുമല. അത് വഴി എവിടെ നിന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എറണാകുളത്ത് നിന്നൊക്കെ വരാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് മുരിങ്ങൂരിൽ റൈറ്റ് തിരിഞ്ഞ് മേലൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് പിണ്ടാണി പുഷ്പഗിരി വഴി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഏടാറ്റുമുഖം മുന്നൂർപ്പള്ളി വഴി വന്നു കഴിഞ്ഞാൽ നമുക്ക് അപ്പുറത്തെ സൈഡ് ഏടാറ്റുമുഖം എത്താൻ പറ്റും. അവിടെ ഒരു ഹാങ്ങിങ് ബ്രിഡ്ജ് ഉണ്ട്. അതിൻ്റെ അപ്പുറത്തെ സൈഡ് ഏടാറ്റുമുഖം, ഇപ്പുറത്തെ സൈഡാണ് തുമ്പൂർ മൊഴി. ഇപ്പോൾ ഈ തുമ്പൂർ മൊഴി നമ്മൾ വരുന്നത് ചാലക്കുടി വഴി അതിരപ്പള്ളി വഴിയാണ് തുമ്പൂർ മൊഴിക്ക് വരുന്നത്. ഏടാറ്റുമുഖം നമ്മൾ വരുന്നത് അവിടെ നിന്ന് മേലൂർ വഴിയാണ് വരുന്നത്. ഇത് രണ്ടുമാണ് ഹാങ്ങിങ് ബ്രിഡ്ജ് ഇട്ടിട്ട് കണക്ട് ചെയ്തേക്കേണ്ട രണ്ട് സ്ഥലങ്ങൾ. അപ്പോൾ അപ്പുറത്തെ സൈഡ് ഏടാറ്റുമുഖം, നമുക്ക് ആ വഴി പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ വഴി അങ്കമാലി, മഞ്ഞപ്ര, എറണാകുളം നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റും. ഈ വഴി പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തൃശ്ശൂർ, ചാലക്കുടി ഭാഗത്തോട്ട് പോകാൻ പറ്റും. അപ്പോൾ അതാണ് രണ്ട് വഴി. നമുക്ക് രണ്ട് വഴി വന്നാലും നമുക്ക് അതിരപ്പള്ളി എത്താൻ പറ്റും. അപ്പോൾ എറണാകുളം ഭാഗത്ത് നിന്ന് വരുന്നവർക്ക് വേണമെന്നുണ്ടെങ്കിൽ എറണാകുളത്ത് നിന്ന് മുരിങ്ങൂർ വഴി കട്ട് ചെയ്ത് അല്ലെങ്കിൽ അങ്കമാലിയിൽ നിന്ന് കട്ട് ചെയ്ത് നമുക്ക് സിൽവർ സ്റ്റോമിൻ്റെ അവിടേക്ക് നമ്മൾ നേരത്തെ നിന്ന ബ്രിഡ്ജ് ഉണ്ടല്ലോ, സിൽവർ സ്റ്റോമിൻ്റെ ഫ്രണ്ടിലുള്ള ബ്രിഡ്ജ്, ആ ബ്രിഡ്ജ് വഴി നമുക്ക് സിൽവർ സ്റ്റോമിൻ്റെ അവിടേക്ക് കയറിയതിന് ശേഷം റൈറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിരപ്പള്ളിയിലോട്ട് പോകാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് തൃശ്ശൂർ വഴി വരുന്ന ആളാണെന്നുണ്ടെങ്കിൽ ചാലക്കുടി വന്നിട്ട് നമുക്ക് ഇങ്ങോട്ട് വന്നാലും ഈ രണ്ട് സ്ഥലത്തോട്ട് നമുക്ക് എത്താൻ പറ്റും. അപ്പോൾ ഗായ്സ് നമ്മുടെ ക്യാമറയിലെ ചാർജ് തീരാറായി. അവർ 3 പേര് ഇവിടെ നിന്ന് ഗൂഢാലോചനയൊക്കെ നടത്തുന്നുണ്ട്. തിരിച്ചു പോകുന്ന കാര്യത്തിനെ കുറിച്ച്, ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കുന്ന കാര്യത്തിനെ കുറിച്ചാണ് ആലോചന. അപ്പോൾ നമ്മൾ അടുത്ത തവണ ഇതിൽ നല്ല ഒരു സ്ഥലമായി നമ്മൾ വരുന്നതായിരിക്കും. ഇത്തവണ നമ്മൾ സനീഷിൻ്റെ ചുള്ളിയുടെ ബർത്ത്ഡേ കാരണം സനീഷ് വണ്ടി എടുത്തുകൊണ്ട് ആണ് നമ്മൾ കുറച്ച് വ്ളോഗ് ചെയ്യാൻ വേണ്ടി ഇവിടെ വന്നത്. അടുത്ത തവണ നമുക്ക് മലക്കപ്പാറ, വാൽപ്പാറ, പിന്നെ കോയമ്പത്തൂർ നമ്മൾ അടുത്ത ആഴ്ച പോകുന്നുണ്ട്. ഊട്ടി, കൊടൈക്കനാൽ, മൂന്നാർ, അടിയോഗി, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിലോട്ട് നമ്മൾ പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ നമ്മൾ വീഡിയോ എടുത്തിടുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ.